രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 22ാമത്തെ അധ്യായത്തിലെ വന്ദന ശ്ലോകവും തുടർന്നുള്ള 1ാമത്തെ ശ്ലോകവുമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എപ്പിസോഡ് 118 ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളും എൻ്റെ മറ്റു വീഡിയോസും കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ ഹ്ലാദിനി ശക്തിയും കൃഷ്ണൻ്റെ സർവസ്വവുമായ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി നമ്മൾ അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വീഡിയോ ആക്കി കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലരൊക്കെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാൻ കൊല്ലത്താണ്. പെൺകുട്ടികൾക്കൊക്കെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ആണുങ്ങൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് ജ്യോതിഷ സംബന്ധമായ കാര്യമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 96453339. അതിലേക്ക് വിളിച്ചാൽ മതി. ജ്യോതിഷപരമായ സകല കാര്യങ്ങളും തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കണം. പിന്നെ ടെമ്പിൾസ് എന്നും പറഞ്ഞ് ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കണം. പിന്നെ ഭക്തമീരയെ കുറിച്ചുണ്ട്. കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് വളരെ റിസർച്ച് നടത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് കേൾക്കണം. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് എന്നും പറഞ്ഞ് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങൾ വാരിക്കോരി തരുന്ന എന്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് അഷ്ടപതി തുടങ്ങാം. അപ്പം നിങ്ങൾ അതേ കണക്ക് രാധിക കവചം 2 ഉണ്ട്. അത് 2ഉം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, കൂടാതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഉണ്ട്. 3 തരത്തിൽപ്പെട്ട രാധാ സഹസ്രനാമമുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. മറ്റ് 2 എണ്ണം അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ കേൾക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് 22-ാം അധ്യായത്തിലെ വന്ദന ശ്ലോകം അതിമനോഹരമായി ഇതിനകം വെച്ച് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ജിജിന ജിതിൻ ആലപിക്കുകയാണ്. ജിജിന ജിതിനെ നമുക്കറിയാം. ജിജിനയും ജിജിനയുടെ മകളും നമുക്ക് പാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോൾ വിളിച്ചു പറഞ്ഞാലും ജിജിന ഒരു മടിയും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അഷ്ടപതിയോ നാരായണീയമോ എന്തു പാടണമെന്ന് പറഞ്ഞാലും നമ്മൾ പറയാത്ത താമസം ഉടൻ നമുക്ക് ആര് ചെയ്തു തരും? ജിജിന ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജിജിന ജിതിൻ രാധേ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ജിതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ ജിജിന വളരെ ഹൃദയത്തിൽ തട്ടി ഇത് പാടുന്നുണ്ട്, കേട്ടുകൊള്ളൂ. സാധ്വസമാനന്ദം ഗോവിന്ദേ ലോലലോചനേ ചിഞ്ചാനമഞ്ജുമഞ്ജീരം പ്രവിവേശ നിവേശനം. അപ്പോൾ നമ്മുടെ ജിജിന ഇത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. അതിനു മുമ്പ് കഠിന രാധാഭക്തനായ ഞാൻ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കത്തില്ല, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായത്? ആ വീഡിയോ നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് വേണമെന്ന് പ്ലേലിസ്റ്റിലുണ്ടല്ല, ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എൻ്റെ 9645333999 വാട്സപ്പ് നമ്പറും കൂടാണ്. അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നതാണ്? അയച്ചു തരുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കാണണം. അതുപോലെ തന്നെ ജയദേവ കവിയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. ജയദേവ കവിയുടെ നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത കാര്യങ്ങൾ, ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുക. അധികം താമസിയാതെ ഇറങ്ങും. ശ്രദ്ധിച്ചിട്ടോണം. സാ സ സ്വാർത്ഥ സമാനന്ദം ഗോവിന്ദേ ലോല ലോചനേ ശിഞ്ചാന മഞ്ജു മഞ്ജീരം പ്രവിവേശ നിവേശനം. സ അർത്ഥം എഴുത് അവൾ, അവൾ. സാധ്വസം അർത്ഥം പരിഭ്രമം, സ്വാധ്വസം പരിഭ്രമം. ആനന്ദം അർത്ഥം സന്തോഷം, സന്തോഷം. ലോല, ലോല എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹമുള്ള, ആർത്തിയുള്ള എന്നൊക്കെ അർത്ഥം എഴുതാം. ലോചനം കണ്ണ്. ശിഞ്ചാനം, ശിഞ്ചാനം എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന എന്നാണ് അർത്ഥം. ശിഞ്ചാനം എന്ന് പറഞ്ഞാൽ അർത്ഥം കിലുങ്ങുന്ന. മഞ്ജു, മഞ്ജു മനോഹരം, മനോഹരം. മഞ്ജീരം, മഞ്ജീരം കാൽച്ചിലങ്ക, മഞ്ജീരം കാൽച്ചിലങ്ക. നിവേശന, നിവേശന താമസ സ്ഥലത്തേക്ക്, നിവേശന താമസ സ്ഥലത്തേക്ക്. പ്രവിവേശ അർത്ഥം പ്രവേശിച്ചു, പ്രവിവേശ അർത്ഥം പ്രവേശിച്ചു. അപ്പൊ ശ്രീകൃഷ്ണൻ തൻ്റെ മനോഹരമായ ഇളകുന്ന കണ്ണുകളെ കൊണ്ട് രാധയെ നോക്കി. ശ്രീകൃഷ്ണൻ തൻ്റെ മനോഹരമായ ഇളകുന്ന കണ്ണുകളെ കൊണ്ട് രാധയെ നോക്കി. അപ്പോൾ രാധയെന്ന് പറഞ്ഞാൽ രാധാജിയെ, രാധാജിയെ നോക്കി. അപ്പൊ രാധാജി ആകട്ടെ അല്പമൊന്ന് പരിഭ്രമത്തോടെയും അതിലേറെ ആനന്ദത്തോടെയും വള്ളിക്കുടിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ രാധാജിയുടെ കാലിൽ അണിഞ്ഞിരുന്ന മണിച്ചിലങ്കകൾ അതിമനോഹരമായിട്ട് കിലുങ്ങി. അപ്പം എന്താണ് കവി പറഞ്ഞതെന്ന് മൊത്തത്തിൽ മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണനാകട്ടെ തൻ്റെ ഇളകുന്ന മനോഹരമായ കണ്ണുകൊണ്ടുകൊണ്ട് രാധാറാണിയെ നോക്കുകയാണ്. അപ്പൊ രാധാറാണിക്ക് ഒരു പരിഭ്രമം വന്നു, അതോടൊപ്പം തന്നെ ഭയങ്കരമായ ആനന്ദം വന്നു. അങ്ങനെ രാധാറാണി വള്ളിക്കുടിലിൽ പ്രവേശിച്ചപ്പോൾ രാധാറാണിയുടെ കാലിൽ കിടക്കുന്ന
ചിലങ്കകൾ കിലുങ്ങി എന്നാണ് പറയുന്നത്. അതായത് രാധാറാണിക്ക് പരിഭ്രമം വരാനുള്ള കാര്യം, രാധാറാണി ചുറ്റിലും കണ്ണോടിച്ചു നോക്കി താൻ കൃഷ്ണൻ ഇരിക്കുന്ന വള്ളിക്കുടിലേക്ക് കയറുന്നത് മറ്റാരെങ്കിലും കാണുന്നുണ്ടോ? അതാണ് രാധാറാണിയുടെ പരിഭ്രമത്തിന് കാരണം. അപ്പൊ താൻ വള്ളിക്കുടിലേക്ക് കയറുന്നത് മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്ന പരിഭ്രമത്തോടെയും, എന്നാൽ തൻ്റെ ചിരകാലമായിട്ടുള്ള കൃഷ്ണനുമൊത്തുള്ള ആ രതിക്രീഡ, കൃഷ്ണന്റെ പ്രണയം, ഇതൊക്കെ അനുഭവിക്കാൻ പോവുകയാണ്. കൃഷ്ണനാകട്ടെ തനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അധികം താമസിയാതെ കൃഷ്ണന്റെ കരവലയങ്ങൾക്കുള്ളിൽ അമരാം. ഇത്തരം ചിന്തകൾ രാധാജിക്ക് വലിയ ആനന്ദമുണ്ടാക്കി. അപ്പോൾ ഒരേ സമയം രാധാറാണിക്ക് പരിഭ്രമവും ഉണ്ടായി, ആനന്ദവും ഉണ്ടായി. മറ്റുള്ളവർ കാണുമോ എന്ന ചിന്തയാൽ പരിഭ്രമം, കൃഷ്ണന്റെ ആലിംഗനത്തിൽ മുഴുകാമല്ലോ എന്ന ചിന്തയിൽ ആനന്ദം. അങ്ങനെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് രാധാറാണി ശ്രീകൃഷ്ണനെ ഒന്ന് നോക്കി. രാധാറാണിയുടെ നോട്ടം സാക്ഷാൽ ഗോവിന്ദനിൽ പതിഞ്ഞു. അപ്പൊ നമ്മുടെ തോഴി രാധാറാണിയെ വീണ്ടും അകത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. അപ്പൊ പരിഭ്രമത്തോടെ രാധാറാണി കയറിയപ്പോൾ കാലൊന്നു വഴുതി. വീഴാതിരിക്കാൻ വേണ്ടി സാക്ഷാൽ ഗോവിന്ദൻ കൈകൾ നീട്ടി. അതോടെ രാധാറാണി വല്ലാതെ നാണിച്ച് വ്രീള വിവശയായി മാറി. എന്നിട്ട് നാണിച്ച് ശൃംഗാരം തുളുമ്പുന്ന മുഖവുമായി രാധാറാണി പതുക്കെ കൃഷ്ണന്റെ വിരിമാറിലേക്ക് വീഴാനായി നടന്നെടുത്തു. ആ സമയത്ത് രാധാ കൃഷ്ണ സമാഗമം കാത്തുകാത്തിരുന്ന രാധാജിയുടെ ചിലങ്കകൾ പൊട്ടിച്ചിരിച്ചു. എന്ന് പറഞ്ഞാൽ രാധാജിയുടെ ചിലങ്കകൾ പോലും രാധയും കൃഷ്ണനും ഒന്നാകാൻ ആഗ്രഹിച്ചു. അപ്പൊ ശരിക്കും രാധാറാണി നടക്കുമ്പോൾ ചിലങ്കയുടെ ശബ്ദമാണ്. അത് ഏതായി മാറുകയാണ്. ചിലങ്ക പോലും ആഗ്രഹിക്കുന്നു. ഇതാ കാത്തിരുന്ന രാധാകൃഷ്ണ സംഗമം. ഇനി അടുത്ത ശ്ലോകം പാടാൻ പോകുന്നത് പുതിയ ഒരാളാണ്. വൃന്ദ, മലപ്പുറത്തുള്ള വൃന്ദ, കഠിന രാധാഭക്തയായ വൃന്ദയാണ് നമുക്ക് തൊട്ടടുത്ത ശ്ലോകം ആലപിക്കാനായി പോകുന്നത്. രാധാറാണിയുടെ വിരൽ തൊട്ട് അനുഗ്രഹിക്കാത്ത ആർക്കും അഷ്ടപതി പാടാൻ പറ്റില്ല. അപ്പോൾ വൃന്ദയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പം വൃന്ദ എന്നോട് ഞങ്ങളുടെ രാധാമാധവൻ ഗ്രൂപ്പുണ്ട്, ആ രാധാമാധവൻ ഗ്രൂപ്പിൽ ചേർക്കുമോ എന്ന് ആവശ്യപ്പെട്ട് ഒരിക്കൽ വൃന്ദ എനിക്ക് എൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ വൃന്ദയെ രാധാമാധവൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് വൃന്ദ എനിക്ക് ഒരു ശ്ലോകം അയച്ചു തന്നു. അഷ്ടപതി സാറേ, എൻ്റെ ഒരു ശ്ലോകം ഒന്ന് ഇടണേ പറ്റുമെങ്കിലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് കേട്ട് നോക്കി. അപ്പോൾ ഇത് കുറച്ച് നാളിന് മുമ്പ് ഇട്ടതാണ്. അപ്പോൾ അന്നേരമൊക്കെ ഓരോരുത്തർ പാടി ബുക്കിംഗ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വൃന്ദ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം താണ്ടെ വൃന്ദയുടെ ശ്ലോകം. അപ്പോൾ വൃന്ദ, നമ്മൾ എന്താ പറയേണ്ടത്, നിറഞ്ഞ മനസ്സോടെയാണ് വൃന്ദ ഇത് പാടിയിട്ടിരിക്കുന്നത്. അങ്ങനെ പുതിയ ഒരു അഷ്ടപതി ഗായികയെ അവതരിപ്പിക്കുകയാണ് വൃന്ദ. അതിമനോഹരമായി ഹൃദയത്തിൽ തട്ടി അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. രാധാവദന വിലോകന വികസിത വിവിധ വിലാസ വിഭംഗം ജലനിധിമിവ വിധുമണ്ഡല ദർശന തരളിത തുംഗ തരംഗം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം സാദദർശ ഗുരു ഹർഷവശം വദ ഹൃദയമനംഗ വിലാസം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം. അപ്പോൾ നമ്മുടെ വൃന്ദ ഇത് പാടിയത് കേട്ടല്ലോ. വൃന്ദയ്ക്ക് എന്താ പറയേണ്ടത്, എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പൊ ഇനി നോക്കേ, നമുക്ക് അടുത്ത ശ്ലോകം പഠിക്കാം.
രാധാവതന വിലോകന വിലസിത വിവിധ വിലാസ വിഭംഗം. രാധാവതന വിലോകന വിലസിത വിവിധ വിലാസ വിഭംഗം. ജലനിധിമിവ വിദു മണ്ഡലദർശന ജലനിധിമിവ വിദു മണ്ഡലദർശന തരളിത തുംഗതരംഗം. ഹരി ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം സാദദർശ ഗുരു ഹർഷ ഹർഹവംശവദ ഹൃദയം അനംഗവിലാസം. രാധാ രാധാവദന വിലോകന വിലസിത വിവിധ വിലാസ വിഭംഗം. കൃഷ്ണ. നോക്കിക്കേ, രാധാവദനം അർത്ഥം എഴുത്. രാധാറാണിയുടെ മുഖം. മുഖം. വിലോകനം വിലോകനം കണ്ടപ്പോൾ. വിലോകനം കണ്ടപ്പോൾ. വികസിതം വികസിതം ആനന്ദത്താൽ വികസിച്ചു. ആനന്ദത്താൽ വികസിച്ചു. വിവിധ വിവിധ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള. വിഭംഗം വിഭംഗം ഉണ്ടായി അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ അർത്ഥം. വിഭംഗം ഉണ്ടായി. ജലനിധി ജലനിധി അർത്ഥം സമുദ്രം. ജലനിധി സമുദ്രം. വിധുമണ്ഡലം അർത്ഥം ചന്ദ്രമണ്ഡലം. വിധുമണ്ഡലം അർത്ഥം ചന്ദ്രമണ്ഡലം. ദർശനം ദർശനം കണ്ടപ്പോൾ. ദർശനം കണ്ടപ്പോൾ. തരളിതം തരളിതം അസ്വസ്ഥമായി എന്ന് പറഞ്ഞാൽ മനസ്സൊന്ന് ഒലഞ്ഞു എന്നാണ് അർത്ഥം. മനസ്സ് അസ്വസ്ഥമായി എന്നെഴുതിയാലും മതി. തുങ്ക തുങ്ക ഉയർന്ന. തരംഗ തരംഗ തിരമാല. ഹരിമേഘ രസം ഹരിയും ആ അവസ്ഥയിൽ തന്നെ. ഹരിയും ആ അവസ്ഥയിൽ തന്നെ. ചിരമഭിലഷിത ഏറെക്കാലമായി ആഗ്രഹിച്ച. ചിരമഭിലഷിത ഏറെക്കാലമായി ആഗ്രഹിച്ച. സ അവൾ. ദദർശ കണ്ടു. ഗുരു മഹത്തായ. ഹർഷം സന്തോഷം. വശംവദ സ്വാധീനിക്കപ്പെട്ടവനായി. അനങ്ക കാമദേവൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. രാധാറാണിയുടെ മുഖം കണ്ട നിമിഷം തന്നെ കൃഷ്ണനിൽ വിവിധ വികാരങ്ങൾ അലയടിക്കാൻ തുടങ്ങി. പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സമുദ്രം ഇളകി മറിയുന്നത് പോലെ കൃഷ്ണന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് രാധാറാണിയുടെ മുഖമാണ്. സമുദ്രം എന്ന് പറയുന്നത് കൃഷ്ണന്റെ മനസ്സിലെ വിചാരങ്ങളുമാണ്. അങ്ങനെ കുറേ നാളായി രാധാറാണിയുമൊത്തുള്ള രതിക്രീഡ അത്യധികം കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അത് സാധ്യമാകാൻ പോകുന്നു. അതോടുകൂടി കൃഷ്ണനിൽ ശൃംഗാരഭാവം ഉണർന്നു. അതേ ശൃംഗാരഭാവം രാധാറാണിയുടെ മുഖത്തും കണ്ടു. അങ്ങനെ തന്നോടുള്ള ശൃംഗാരത്താൽ സ്നേഹത്താൽ ലജ്ജാവതിയായ രാധയെ കണ്ടപ്പോൾ കൃഷ്ണനിലും ശൃംഗാരമുണ്ടായി. ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് രാധ അങ്ങനെ നിന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണി വരുന്നത് കണ്ടപ്പോൾ തന്നെ കൃഷ്ണൻ ആകപ്പാടെ ഇളകി മറിഞ്ഞു. എങ്ങനെ? പൂർണ്ണ ചന്ദ്രനെ കാണുമ്പം സമുദ്രം ഇളകി മറിയുന്ന കണക്ക് രാധാറാണിയുടെ മുഖം കൃഷ്ണനിൽ പ്രണയവും കാമവും എല്ലാം അങ്ങനെ ഇളക്കി മറിച്ചു. കൃഷ്ണൻ പ്രണയ പരവശനായി. ആ പ്രണയ പരവശനായ കൃഷ്ണനെ വള്ളിക്കുടിലെത്തിയ രാധ കണ്ടു. അതായത് രാധാറാണിയുമൊത്തുള്ള പിണക്കമൊക്കെ തീർത്തിട്ട് രാധാറാണിയുമൊത്ത്
ശൃംഗാര ലീലകൾ ആടണമെന്ന് കുറേ നാളായി കൃഷ്ണന് തീവ്രമായ ആഗ്രഹമാണ്. ആ തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ചെല്ലുകയും രാധാജി ഇരിക്കുന്നിടത്ത് ചെല്ലുകയും രാധാജിയുടെ തൃപ്പാദങ്ങൾ എടുത്ത് തൻ്റെ ശിരസിൽ വയ്ക്കുകയും നീയല്ലാതെ മറ്റാരും എനിക്കില്ല എന്നും എൻ്റെ മനസ്സിൽ മറ്റു ഗോപികമാരുണ്ടെന്ന് പറയുന്നത് നിന്റെ തെറ്റിദ്ധാരണയാണെന്നും ഒക്കെ പറയുകയും ചെയ്തത്. ഇപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ്റെ ഉള്ളിലെ പ്രണയവും കാമവും കൃഷ്ണൻ അടക്കാൻ പറ്റുന്നതിനും അപ്പുറമായി മാറി. രാധാജിയെ കണ്ടപ്പോൾ തന്നെ രാധാജിയുമൊത്ത് മുമ്പ് വള്ളിക്കുടിലിൽ വെച്ചുള്ള ആ ശൃംഗാര അനുഭവങ്ങൾ കൃഷ്ണനോർത്തു. പ്രണയത്തോടു കൂടി കണ്ണനുണ്ണി എന്ന് വിളിക്കുന്നതും തൻ്റെ വനമാലയിലേക്ക് ഒരു വള്ളിയായി രാധാറാണി പടർന്നു കയറുന്നതും അവളുടെ ശിരസ് മുതൽ പാദം വരെ താൻ ചുംബനം കൊണ്ട് മൂടുന്നതും രാധാജിയിലേക്ക് കൃഷ്ണനും ഒരു വള്ളിയായി പടർന്ന് കയറുന്നതും ആ വള്ളിക്കുടിലിൽ ആ കൃഷ്ണൻ തന്നെ ഒരുക്കിയ പുഷ്പശയ്യയിലേക്ക് വീഴുന്നതും അവിടെ രാധാകൃഷ്ണന്മാർ ഒന്നായി മാറുന്നതും ആത്മരതിയുടെ ഉദാത്തമായ ഭാവങ്ങളിലേക്ക് രാധാജിയെ കൊണ്ടുപോകുന്നതും രാധാജി കൃഷ്ണനെ കൊണ്ടുപോകുന്നതുമൊക്കെ കൃഷ്ണന്റെ മനസ്സിൽ അലയടിച്ചതോടുകൂടി കൃഷ്ണന്റെ വിചാരങ്ങൾ അതിൻ്റെ ഉച്ച കോടിയിലെത്തി. ഇപ്പം രാധാറാണിയുടെ മുഖം കണ്ടപ്പോൾ കൃഷ്ണൻ എന്തെന്നില്ലാത്ത സന്തോഷവും രോമാഞ്ചവും ഉണ്ടായി. രാധാറാണിയുടെ മുഖം കാമദേവന്റെ ഇരിപ്പിടമാണെന്ന് തോന്നിയ കൃഷ്ണന്റെ ഉള്ളിൽ കാമവികാരം ഇളകി മറിഞ്ഞു. പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ കടലിങ്ങനെ ഇളകി മറിയും. ഇവിടെ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയുന്നത് രാധാറാണിയുടെ മുഖമാണ്. കടലെന്ന് പറയുന്നത് കൃഷ്ണന്റെ മനസ്സും കൃഷ്ണന് രാധാജിയോടുള്ള സ്നേഹവും. കൃഷ്ണന് രാധാറാണിയോട് കടലോളം സ്നേഹമുണ്ട്, കടലിൻ്റെ ആഴത്തിനേക്കാൾ സ്നേഹമുണ്ട്, അത്രയും തന്നെ ശൃംഗാരഭാവവുമുണ്ട്. അങ്ങനെ കടലോളം പ്രണയവും കടലോളവും ശൃംഗാരവുമുള്ള കൃഷ്ണന്റെ മനസ്സിന് രാധാറാണി ഇളക്കി മറിച്ച് അതോടുകൂടി പ്രണയപീഡിതനായി കാമപീഡിതനായി പ്രണയപരവശനായി കാമപരവശനായിരിക്കുന്ന കൃഷ്ണനെ രാധാജി കാണുകയും ആ വിരിമാറിലേക്ക് വീണ് ഒരു വനമാലയായി അണിയുവാൻ രാധാജി കുതിക്കാൻ പോവുകയാണ്. രാധേ 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 ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹം.